ആക്കുന്ന ടൈമിൽ ഈ റെഗുലേറ്ററിൽ നിന്ന് ചെറിയൊരു സൗണ്ട് കേൾക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നതേ നമ്മുടെയൊക്കെ വീട്ടിലെ റെഗുലേറ്റർ കറക്റ്റായിട്ടാണ് വർക്കാകുന്നത്. ഇതിനെന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ളൊരു എളുപ്പ മാർഗ്ഗമാണ്. നമ്മൾ ആദ്യം കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ സ്പ്രിങ്ങൊക്കെ കറക്റ്റായിട്ടാണോ, ഈ ഒരു സ്പ്രിങ് ആക്ഷൻ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഇനി ഇതിൻ്റെ അടിയിലൊരു ചെറിയൊരു നോബ് വരുന്നുണ്ട്. ഈ നോബ് ഇത് ഓണാക്കുന്ന ടൈമിൽ ഇത് പുറത്തേക്ക് വന്നിട്ടാണ് ഗ്യാസ് ഓണാകുന്നത്. അപ്പോൾ അതിങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ നമ്മൾ കുറ്റിയിലേക്ക് ഈ റെഗുലേറ്റർ കണക്ട് ചെയ്യാൻ പോവുകയാണ്. റെഗുലേറ്റർ നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗ നമ്മൾ ഇപ്പോൾ ഓഫാണ്. അപ്പോൾ നമ്മളിനി ഓണാക്കാൻ പോവുകയാണ്. ഈ ഓണാക്കുന്ന ടൈമിൽ ഈ റെഗുലേറ്ററിൽ നിന്ന് ചെറിയൊരു സൗണ്ട് കേൾക്കും. ഈ ഒരു സൗണ്ട് നമ്മൾ റെഗുലേറ്റർ ഫസ്റ്റ് കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു സൗണ്ട് കേൾക്കത്തുള്ളൂ. രണ്ടാമത് നമ്മളിത് റെഗുലേറ്റർ ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒന്നോടെ ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല. ഇനി ഈ ഗ്യാസ് സ്റ്റൗവിന് എവിടെയെങ്കിലും ലീക്കോ അല്ലെങ്കിൽ ഈ ഓസിനോ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ ഈ സൗണ്ട് രണ്ടാമതും കേൾക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓണാക്കിയിടാൻ പോവുകയാണ്. സ്റ്റൗ ഓണാക്കിയിട്ടു, എന്നിട്ട് വീണ്ടും റെഗുലേറ്റർ ഓണാക്കുവാണ്. അപ്പോൾ ആ സൗണ്ട് കേട്ടു. വീണ്ടും നമ്മൾ ഓഫ് ചെയ്തിട്ട് ഒന്നോടെ ഓണാക്കുവാണ്. ഇപ്പോഴും ആ സൗണ്ട് കേട്ടു. ഇനി നമ്മൾ സ്റ്റൗ ഓഫാക്കിയിടാൻ പോവുകയാണ്. സ്റ്റൗ ഓഫാക്കിയിട്ട് വീണ്ടും ഒന്നോടെ നമ്മൾ ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൗണ്ട് കേൾക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ റെഗുലേറ്റർ കറക്റ്റായിട്ടാണ് വർക്ക് ചെയ്യണത്. ഇതിന് ഡാമേജ് ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ രണ്ടാമത് നമ്മൾ റെഗുലേറ്റർ ഓണാക്കുമ്പോൾ ആ സൗണ്ട് കേൾക്കത്തില്ല. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം അറിയില്ലാത്തവർക്കായിട്ട് വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം.